ഒരു നഗരത്തിൽ നല്ലൊരു ഹോട്ടലുണ്ടായിരുന്നു. പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ മിക്ക ആൾക്കാരും താമസിക്കാൻ തിരഞ്ഞെടുക്കുന്നത് ഈ ഹോട്ടലാണ്. നല്ല സൗകര്യങ്ങളുള്ള, നല്ല മുറികളുള്ള നല്ലൊരു ഹോട്ടലാണത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഹോട്ടലിൻ്റെ ഓണർ തന്നെയാണ്. ആ ഹോട്ടലിൻ്റെ ഉടമ തന്നെയാണ്. ചിലപ്പോഴൊക്കെ ചില അതിഥികൾ വന്ന് തിരിച്ചു പോകുമ്പോൾ ഈ ഹോട്ടൽ ഓണർ അവരെ പോകാൻ സമ്മതിക്കില്ല. ഭയങ്കര കരച്ചിലാണ്, ഭയങ്കര നിലവിളിയാണ്. എന്തു വന്നാലും നിങ്ങളെ വിടില്ലെന്ന് പറയും. ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ തിരിച്ചു പോകുമ്പോൾ ഈ ഉടമ അവരുടെ കൂടെ പുറകെ പോകും. പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് ഹോട്ടലിൽ താമസിക്കാൻ വരുന്നത്. ഇവർ പോകുന്നതും പല നാട്ടിലേക്കാണ്. ഈ ഓണർ അവരുടെ കൂടെ പോകും, എങ്ങോട്ടൊക്കെയോ. ഒടുവിൽ പരിചയമില്ലാത്ത നാട്ടിൽ പോയി കിടന്ന് ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ പെട്ട് കരഞ്ഞ് തിരിച്ചു വരും. ഇനി ഒരിക്കലും അതിഥികളുടെ പുറകെ പോകില്ലെന്ന് തീരുമാനിക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് പുതിയ ഏതെങ്കിലും അതിഥിയെ കാണുമ്പോൾ അയാൾ മുമ്പ് കണ്ടതെല്ലാം മറക്കും, മുമ്പ് അനുഭവിച്ചതെല്ലാം മറക്കും. വീണ്ടും ഈ അതിഥിയുടെ പുറകെ അയാൾക്ക് പരിചയമില്ലാത്ത നാട്ടിലേക്കെല്ലാം പോകും. ഇത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ മനുഷ്യൻ വിചിത്രമാണെന്ന്, വളരെ സ്ട്രേഞ്ചായൊരു മനുഷ്യനാണെന്ന്. പക്ഷേ ഇത് നിങ്ങൾ തന്നെയാണ്. ഈ ഹോട്ടൽ നമ്മുടെ മനസ്സാണ്. വരുന്ന അതിഥികൾ ചിന്തകൾ വരട്ടെ, കുഴപ്പമില്ല. അവർ നിൽക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ അവർക്ക് പോകാൻ സമയമാകുമ്പോൾ അവരെ പോകാൻ അനുവദിക്കണം. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒന്നെങ്കിൽ ചില ചിന്തകളെ നമ്മൾ പോകാൻ സമ്മതിക്കുകയില്ല, അവയെ നമ്മൾ പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കും. പക്ഷെ പരാജയമാണ് ഫലം. ഒരിക്കലും നമുക്കൊരു ചിന്തയെ പിടിച്ചു വയ്ക്കാൻ സാധിക്കില്ല. അതല്ലെങ്കിൽ നമ്മൾ ആ ചിന്തയുടെ പുറകെ പോകും. പലപ്പോഴും പല മോശാനുഭവങ്ങളും ഉണ്ടാവും. നമ്മൾ പിന്നെ തീരുമാനിക്കും ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും പുതിയൊരു ചിന്ത വരുമ്പോൾ നമ്മളിതെല്ലാം മറക്കും. ചിന്തകളെ ഇല്ലാതാക്കിയാൽ പോരെന്ന് ചോദിച്ചേക്കാം. അത് പ്രയാസമാണ്. വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണത്. ഹോട്ടൽ അടച്ചിട്ടാൽ പോരെന്ന് ചോദിച്ചേക്കാം. അതായത് മനസ്സിനെ ഇല്ലാണ്ടാക്കിയാൽ പോരെന്ന് ചോദിച്ചേക്കാം. അതും വളരെ പ്രയാസമാണ്. ഒരു സാധാരണ മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ലത്. അപ്പോൾ പിന്നെ ചെയ്യേണ്ടത് എന്താണ്? നല്ലൊരു ഹോട്ടൽ ഓണറാവുക, ചിന്തകളെ നന്നായി സ്വീകരിക്കുക, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക. എന്നിട്ട് അവരെ പോകാൻ സമയമാകുമ്പോൾ വെറുതെ വിടുക, അവരെ പിടിച്ചു വയ്ക്കാതിരിക്കുക. സർവോപരി അവരുടെ കൂടെ പോകാതിരിക്കുക. നിങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിൽക്കുക. ചിലർ പറയുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കാൻ കാരണം ചിന്തകൾ നമ്മൾ നോക്കുന്ന രീതി കാരണമാണെന്നാണ്. നമ്മളെപ്പോഴും പറയുക അതെൻ്റെ ചിന്തയാണെന്നാണ്. എൻ്റെ ചിന്തകളും ഞാനും ഒന്നാണെന്നാണ്. നമ്മൾ നമ്മുടെ ചിന്തകളുമായി ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അവിടെയാണത്രേ പ്രശ്നം. ചിലർ പറയുന്നത് ചിന്തകളൊന്നും നമ്മുടെ ചിന്തകളല്ലെന്നാണ്. ഒരു ചിന്ത പോലും നമ്മുടേതല്ല. അതെവിടെ നിന്നോ വരുന്നു, എങ്ങോട്ടേക്ക് പോകുന്നു. ഇടയ്ക്ക് കുറച്ചു നേരം നമ്മുടെ മുന്നിലുണ്ടെന്ന് മാത്രം. ഇവരെല്ലാം അതിഥികളാണെന്ന് നമ്മൾ തിരിച്ചറിയാമെങ്കിൽ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്നു അത്രേ. ഇവരെതിയെ തരുന്നൊരു ഉദാഹരണം വളരെ നല്ല ഉദാഹരണമാണ്. ആകാശത്തിൻ്റെയും മേഘങ്ങളുടെയും. പറയുന്നത് നമ്മൾ ആകാശമാണെന്നാണ്. പരിശുദ്ധമായ ബോധം, അതാണ് നമ്മൾ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിലപ്പോഴൊക്കെ ആകാശം മേഘങ്ങൾ കൊണ്ട് മൂടി നിൽക്കുന്നു. നമുക്ക് ആകാശത്തെ കാണാനേ സാധിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ മേഘങ്ങൾ പോകുന്നു, വേറെ ചില മേഘങ്ങൾ വരുന്നു, പിന്നെ അവയും പോകുന്നു. അങ്ങനെ കുറേ കഴിയുമ്പോൾ ആകാശം തെളിഞ്ഞിരിക്കുന്നു, വീണ്ടും ചില മേഘങ്ങൾ വരുന്നു. മനസ്സിലാക്കേണ്ടത് മേഘങ്ങൾ വരുന്നതിന് മുമ്പും മേഘങ്ങൾ കൊണ്ട് മൂടി നിൽക്കുമ്പോഴും മേഘങ്ങൾ പോയി കഴിയുമ്പോഴും ആകാശം എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നാണ്. മേഘങ്ങൾ ഒരുപാട് വന്നു പോകുന്നു, പക്ഷെ ഒരു മേഘത്തിന് പോലും ആകാശത്തെ സ്പർശിക്കാൻ സാധിക്കുന്നില്ല. ഒരു മേഘത്തിന് പോലും ആകാശത്തിൽ ഒരു മാറ്റവും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അത് ആദ്യം നിന്ന് അത്ര തന്നെ പരിശുദ്ധിയോടെ ഇപ്പോഴും നിൽക്കുകയാണ്. നമ്മളും ഇങ്ങനെയാണ്. അത് നമ്മൾ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. നമ്മൾ ഈ ആകാശമാണ്.
പരിശുദ്ധമായ ബോധമാണ്. മേഘങ്ങളാണ് ചിന്തകൾ. അവൾ വന്നു പൊയ്ക്കോട്ടെ, നമ്മൾ അവരെ മൈൻഡ് ചെയ്യണ്ട. ഒരു കാഴ്ചക്കാരനായി നിൽക്കുക.